ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നന്ദനെയും ഡോക്ടർ സന്ധ്യയുമാണ്. സന്ധ്യയ്ക്ക് മറ്റൊരു വിവാഹത്തിനെക്കുറിച്ച് ആലോചിച്ചൂടെയെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ഇതുവരെ ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ലെന്നും എന്നെ സ്നേഹിക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ഒരാളെ കണ്ടെത്തിയാൽ മാത്രമേ ഞാൻ വിവാഹത്തെപ്പറ്റി ചിന്തിക്കൂവെന്നും സന്ധ്യ പറയുന്നു. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, അങ്ങനെയൊന്ന് ഉടനെ തന്നെ ഉണ്ടാകും. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അർച്ചന ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കണ്ടിട്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക അജയനെ കാണാനായി ചെന്നിരിക്കുകയാണ്. നീ ഇങ്ങനെ എത്ര നാള് ഒളിച്ചു താമസിക്കാനാ? ഒരു കാര്യം ചെയ്, നീ പോലീസിന് പിടികൊടുത്തേക്ക്. പിന്നെ എന്ത് കാരണവശാലും എൻ്റെ പേര് നീ എവിടെയും പറയാൻ പാടില്ല. വേണമെങ്കിൽ ആദര വിവാഹം ചെയ്യാത്തതിൻ്റെ പ്രതികാരം തീർത്തതാണെന്ന് നീ പറഞ്ഞാൽ മതി. വളരെ കുറച്ചു കാലം മാത്രം നീ അകത്ത് കിടന്നാൽ മതി. അതിനുള്ളിൽ ഞാൻ എൻ്റെ വക്കീലിനെ വെച്ച് നിന്നെ ഇറക്കിക്കോളാം. ഇത് കേൾക്കുന്ന അജയൻ പറയുകയാണ്, അതെ, മേഡം പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ. എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് പത്രത്തിൽ വാർത്തയൊക്കെ വരും. ആകെ നാണക്കേടുമാകും, എൻ്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടയുമാകും. അതുകൊണ്ട് ആ പരിപാടിക്കൊന്നും ഞാനില്ലെന്ന് അജയൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഇതിനുവേണ്ടി നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. നീ മടിക്കണ്ട അജയ, നീ എന്നോട് ചോദിച്ചോ. നിനക്ക് 25 ലക്ഷം വേണോ അതോ 50 ലക്ഷം വേണോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തിരികെ വരുമ്പോൾ നിനക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് കേരളത്തിന് പുറത്ത് ഒരു ആഡംബര ജീവിതത്തിൻ്റെ സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാൻ പറഞ്ഞതിൽ എന്ത് വേണം നിനക്കെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അജയൻ പറയുകയാണ്, ഈ പറഞ്ഞതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് മേഡത്തിൻ്റെ സ്നേഹം മാത്രം മതി. ഒരു അനിയനോട് ചേച്ചിക്ക് തോന്നുന്ന സ്നേഹം. ഇത് കേൾക്കുന്ന അവന്തിക സംശയത്തോടെ അജയനെ നോക്കിയിട്ട് പറയുകയാണ്, ആ സ്നേഹം ഇപ്പോഴും ഉണ്ടല്ലോ എനിക്ക് നിന്നോട്. നീ എൻ്റെ അനിയൻ തന്നെയല്ലേ? ഇനി മുതൽ നീ എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി. തുടർന്ന് അവന്തിക മനസ്സിൽ പറയുകയാണ്, ഇവൻ നീ വട്ടുവല്ലമാണോ? ഇത്രയും പൈസയൊക്കെ ഓഫർ ചെയ്തിട്ടും ചേച്ചിയുടെ സ്നേഹം മതി എന്നൊക്കെ പറയുന്നല്ലോ. തുടർന്ന് അജയൻ പറയുകയാണ്, അതെ, ചേച്ചി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ തമ്മിൽ അങ്ങനെയുള്ളൊരു ബന്ധവും വേണം. ചേച്ചിയുടെ അനിയൻ അനഘയെ എനിക്ക് കെട്ടിച്ചു തരണം. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അജയനെ നോക്കുകയാണ്. ചേച്ചിക്ക് അതിന് പറ്റില്ലെങ്കിൽ വേണ്ട. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാകുമ്പോൾ അജയൻ പറയുകയാണ്, പിന്നെ ചേച്ചി പറഞ്ഞതൊന്നും ഞാനും കേൾക്കില്ല, അത്ര തന്നെ. അനഘയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല ഞാൻ അവളെ വേണമെന്ന് പറഞ്ഞത്. അവൾക്ക് വേണ്ടി ചേച്ചി ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നെല്ലിശ്ശേരി നമുക്ക് ഒരുമിച്ച് ഭരിക്കാം. എന്തിനും ഏതിനും ചേച്ചിക്ക് ഒരു ആശ്രിതനായി ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. ഇത്രയൊക്കെ കേട്ടിട്ടും അവന്തിക ഒന്നും മിണ്ടാത്തത് കാണുമ്പോൾ അജയൻ പറയുകയാണ്, ചേച്ചി പതിയെ ആലോചിച്ചിട്ട് തീരുമാനം അറിയിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്നെ എങ്ങാനും പോലീസ് പിടിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, എനിക്ക് സമ്മതമാണ്. എൻ്റെ അനിയത്തിയെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാം. ഇത് കേൾക്കുന്ന അജയൻ ചിരിച്ചുകൊണ്ട് അവന്തികയോട് പറയുകയാണ്, പിന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് എന്നെ തേക്കാനാണ് പരിപാടിയെങ്കിലേ കോടതിയിൽ ഞാൻ മൊഴി മാറ്റി പറയും. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, ഈ അവന്തികയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. ഇത് കേൾക്കുന്ന അജയൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എന്താ അച്ഛാ പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സേതു പറയുകയാണ്, അത് പിന്നെ SP പറഞ്ഞു എല്ലാവരും ഇവിടെ ഉണ്ടാകണമെന്ന്. തുടർന്ന് SP അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, ഇവിടെ രണ്ടുപേരില്ലല്ലോ എന്ന് SP ചോദിക്കുമ്പോൾ ഇളയ മകൻ മരുമകളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന് സേതു പറയുന്നു. തുടർന്ന് SP പറയുകയാണ്, അജയനെ പറ്റി ഒരു നിർണായകമായ തെളിവ് ലഭിച്ചിട്ടുണ്ട്. അജയൻ്റെ ഒരു സഹായി അത് ഈ വീട്ടിലുണ്ട്. ആ സഹായി തന്നെയാണ് അജയന് കേക്ക് മാറ്റിവെക്കാനും സൗകര്യമുണ്ടാക്കി കൊടുത്തത്. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് അർച്ചനയുടെ അടുത്തേക്ക് ചെന്ന് SP ചോദിക്കുകയാണ്, അന്ന് അജയനെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നോ? ഇല്ല സാറെന്ന് അർച്ചന പറയുമ്പോൾ SP പറയുകയാണ്, എന്നാലേ ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. തുടർന്ന് SP അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, അവന്തികയ്ക്ക് അന്നത്തെ പോലെ ആരെങ്കിലും സംശയമുണ്ടോ? ഇത് കേൾക്കുന്ന അവന്തിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ മീരയുടെ ഫോൺ നമ്പർ പറയുകയാണ് SP. അത് എൻ്റെ നമ്പറാണെന്ന് മീര പറയുമ്പോൾ മീരയാണ് അജയനെ സഹായിച്ചതെന്ന് പറഞ്ഞ് മീരയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് SP. ഈ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. എന്നാൽ അവന്തികയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാകുന്നു. തുടർന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ജീപ്പ് പോയതിനു ശേഷം എല്ലാവരും അകത്തേക്ക് കയറുമ്പോൾ അവന്തിക പുറത്തേക്ക് വന്ന് അർച്ചനയോട് പറയുകയാണ്, നിന്റെ ഈ കണ്ണുനീര് ഒരിക്കലും തോരാനേ പോകുന്നില്ല. ഇല്ലെങ്കിൽ തോരാൻ ഈ അവന്തിക സമ്മതിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അകത്തേക്ക് കയറാനിറങ്ങുമ്പോൾ അർച്ചന പറയുകയാണ്, ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് പറഞ്ഞ് അർച്ചന ദേഷ്യത്തോടെ അവന്തികയെ നോക്കുമ്പോൾ പരിഭ്രമത്തോടെ അർച്ചനയെ നോക്കുകയാണ് അവന്തിക.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.